എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അനീഷിനെയും അനുമോളെയും ഒരുമിച്ച് കാണാനായിട്ട് കുറച്ചെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? ഇന്ന് ട്രിവാൻഡ്രത്ത് അനീഷും അനുമോളും കൂടി ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സ്വീകരണമൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുത്തിരിക്കുന്നത്. രണ്ടാളും കൂടി ഒരുമിച്ച് എത്തി, കേക്ക് കട്ട് ചെയ്യുന്നു, സാരി സെലക്ട് ചെയ്യുന്നു, അങ്ങനെ ഗംഭീര സ്വീകരണങ്ങളൊക്കെ ആയിരുന്നു. രാജകുമാരി സിൽക്സിൻ്റെ ആ ഡിസൈൻ ആ ഷോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അനുമോളുടെ നാടാണ് ട്രിവാൻഡ്രം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെ അനീഷ് എത്തിയിരിക്കുകയാണ്. അനീഷിനെ അനുമോളെ ഒരുമിച്ച് കിട്ടിയപ്പോൾ പലർക്കും പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ മറുപടി അനീഷ് എന്നെ കൊടുക്കുന്നുണ്ട്. സാധാരണ അനുമോളാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാറല്ലേ. അനീഷ് അങ്ങനെ അധികം ഒന്നും റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് അനീഷും അനുമോളും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരെ ആദ്യം കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങിയിരിക്കുന്നത്. മധുരം കൊടുത്തുകൊണ്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. രണ്ടാളോട് ഒരുമിച്ചാ രാജകീയ നാടകം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി മുതൽ ഉള്ള 24 വരെയാണ് നമ്മുടെ വെഡിങ് ഫെസ്റ്റ് നടക്കുന്നത്. എല്ലാവരുടെ ആശംസകളും നേരിടാണ് രാജകുമാരി സുൽത്താൻ. എല്ലാവർക്കും ഭയങ്കര നിർബന്ധം അനീഷേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കണം. അനുമോൾ ഈ കേക്ക് ആർക്കാ കൊടുക്കാന്ന് ഇങ്ങനെ തപ്പി നിൽക്കുമ്പോഴാട്ടോ അനീഷേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അനുമോൾ വായിൽ വെച്ച് കൊടുത്തു, അനീഷ് തിരിച്ച് വായിൽ വെച്ച് കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. രണ്ടാളും കൂടി കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് അവർ രണ്ടാളെയും ഇരുത്തിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്നാമത് ഏതാണ് ഈ ചോദിച്ചേ? അനീഷിന്റെയും അനുമോളുടെയും കല്യാണം ഉണ്ടാവുമെന്ന്. അതെന്താന്നുള്ളത് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? എന്നിട്ടും ചോദിച്ചിരിക്കുകയാണ്. രണ്ടാളെയും ഇനോഗ്രേഷന് വിളിച്ച് വരുത്തിയിട്ട് അവിടെ വെച്ച് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, അനീഷിന്റെയും അനുമോളുടെയും കല്യാണം എപ്പോഴാണ് ഉണ്ടാവുകയെന്ന്. ബോസ് കഴിഞ്ഞു, അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കൂടാതെ പുറത്തിറങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്ന്. അനീഷിൻ്റെയും അനുമോളുടെയും കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ചതിന് മറുപടിയാണ് അനീഷ് പറയുന്നത് കേട്ടോ. ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു, പിന്നെ രണ്ടാമത് ലൈൻ കട്ടെന്ന്. ഇതിന് മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ടെന്ന്. അതെന്താണ്? അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരു അബദ്ധം പറ്റിപ്പോയി. ഇതൊരു ഗെയിമായിരുന്നു. അവസാന നിമിഷം തോന്നിയ ഒരു ഗെയിമാണ് ആളെന്ന് ധനീഷിൻ്റെ നാവുകൊണ്ട് തന്നെ ആൾ പറഞ്ഞിരിക്കുകയാണ്. ആ ഗെയിം എടുത്തതാണെന്നുള്ളത്. ഒരു ഗെയിം ആകുമ്പോൾ എല്ലാ സ്ട്രാറ്റജീസും വേണ്ടേന്നേ. അങ്ങനെ അവസാനം എടുത്ത ഒരു ലവ് കോംബോ കൊണ്ടുവരാൻ നോക്കി, പക്ഷേ അട്ടർ ഫ്ലോപ്പായി പോയി. ഫ്ലോപ്പ് ആവാണ്ട് നിന്നാണേ. പക്ഷെ അനുമോളോട് ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ടാണ് കേട്ടോ ആൾക്കത് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എവിടെ പോയാലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക അനുമോൾ ഇത് എന്തായി. ഇപ്പോൾ രണ്ടാളെയും ഒരുമിച്ച് ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയായിരിക്കും. എന്തായാലും അനീഷിൻ്റെ ഭാവി വധുവിന് വേണ്ടിയിട്ട് അനുമോൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ രംഗം കൂടി നമുക്കൊന്ന് കാണാം. സ്ത്രീവിരോധിയായി വന്ന അനീഷ് അടുത്ത വിവാഹം സെക്കൻഡ് മാരേജിന് റെഡിയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലേ. അതായത് ഇനിയൊരു വിവാഹം കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് അനുമോളെയല്ല, വേറെ ഏതോ ഒരു സ്ത്രീയാണ് അനീഷ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഭാവി വധുവിന് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് എടുക്കേണ്ടത് അനുമോളോട് ചോദിക്കുകയാണ്. ഇത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്നെ ഒന്ന് പഠിപ്പിച്ചതാണ്. എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്തിൽ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഒന്ന് പഠിച്ചത് ഏതാണ് എൻ്റെ ഭാവി വധുവിനെ സജസ്റ്റ് ചെയ്യേണ്ടത്. വല്ലാത്ത പഠിപ്പിക്കലായിപ്പോയി. എന്തായാലും കൊള്ളാം. ഈ കളറാണ്.
അടിപൊളി. അപ്പൊ താങ്ക് യു അനു, ഇത്ര നല്ലൊരു സെലക്ഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. ഇപ്പം തന്നെ കെട്ടാൻ പോവാണോ പുള്ളി? അതെടുക്കാൻ പോവാണോ എന്തോ? അനുമോളോട് പറഞ്ഞു എൻ്റെ ഭാവി വധുവിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരൂ, എങ്ങനെ പഠിപ്പിച്ച് തരുമെന്ന്. ഞാൻ എന്തായാലും ട്രിവാൻഡ്രത്ത് ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്, പഠിപ്പിച്ച് തരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുമോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഒരു കണ്ടൻറ് ഉണ്ടാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷനെ വിളിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അത് വന്നിരിക്കുന്ന അനുമോളുടെ കൂടെയാണ്, പിടിച്ച് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്തോ. ആള് ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്വീകരണമായിരുന്നു കേട്ടോ അവർക്ക് രണ്ടാൾക്കും കൊടുത്തത്. രണ്ടാളോട് ഒരുമിച്ച് വന്ന് ഇറങ്ങി നല്ല കിടില ലുക്കിലായിരുന്നു രണ്ടാളും ഉണ്ടായിരുന്നത്. രാജകീയ മാലിന്യം വന്ന വിവാഹത്വത്തിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഭയങ്കര സ്വീകരണമായിരുന്നു. അനീഷ് അവിടെ പോയാലും നിറച്ച ആൾക്കാരുണ്ടാവും, അനുമോൾ അവിടെ പോയാലും നിറച്ച ആൾക്കാരുണ്ടാവും. സാധാരണ അനുമോളുടെ കൂടെ ഷിയാസാണ് ഉണ്ടാവുന്നത്. എന്തോ രാജകുമാരിയിലെ അനുമോളുടെ കൂടെ അനീഷാണ് കേട്ടോ. അവരൊന്ന് കുറച്ച് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തതാണ് രണ്ടാളെയും കൂടി. കാരണം രണ്ടാളുടെ ഫാൻസ് അത്രയും പേര് വരുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. പിന്നെ ഇവർ രണ്ടാളും കൂടി ആദ്യമായിട്ട് ഒരുമിച്ച് എത്തുന്ന ഒരു ഇനോഗ്രേഷൻ ആകുമ്പോൾ അത് എപ്പോഴൊരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നിട്ടും ഇവർ രണ്ടാളും ഒരുമിച്ച് വന്നതാണെങ്കിലും അനുമോൾക്കാണ് കേട്ടോ ആരാധകർ വന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. ഒരാൾ അനുമോളുടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ചിത്രം വരച്ചിട്ട് അത് ഫോട്ടോ ഫ്രെയിം ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെങ്കിലും അനുമോളെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടുപോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാക്കുന്നത്. എന്തായാലും രണ്ടാളും കൂടിയും ഒരുമിച്ചുള്ള നല്ല കിടിലൻ ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു കഴിഞ്ഞത്. ട്രിവാൻഡ്രത്തായിരുന്നു, അനുമോളുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അനുമോളും അനീഷും തമ്മിലുള്ള ഒത്തുചേരൽ, അതായത് ഒരു ഇനോഗ്രേഷൻ ആയിക്കോട്ടെ, ഇനി രണ്ടാളും കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും ഒരുമിച്ച് കാണണം, ഒരുമിച്ച് ഇവരെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരൊക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ രസകരമായിട്ട് രണ്ടാളും കൂടി വന്ന് ഇനോഗ്രേറ്റ് ചെയ്തു. എന്നാലും ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവർ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചു, അതിനുള്ള മറുപടി അനീഷ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ദുബായിൽ വെച്ചിട്ട് ഇതുപോലൊരു ചോദ്യത്തിന് ചുട്ട മറുപടി അനുമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അനീഷ് തന്നെ അതിനൊരു മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഒത്തുചേരൽ അവർ തമ്മിൽ, അവരുടെ ഇനോഗ്രേഷൻ ആണെങ്കിൽ പ്രോഗ്രാംസ് ആണെങ്കിലും ഒരുപാട് ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അത് വളരെ കുറവാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്, വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു രേണുവിന് കുറേ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ അനുമോൾക്കും അനീഷിനും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ കുറവാണ്. അതിലൊക്കെ 100ക്ക് ഇപ്പോൾ ഒരെണ്ണം എന്തോ വന്നിട്ടുണ്ട്, ഇന്നെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര കുറവാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിന്നീട് പുറത്തിറങ്ങിയിട്ട് ആ 100 ദിവസം അവരവിടെ നിന്ന് കഷ്ടപ്പാടിന് ഫലം കിട്ടുന്നത് പുറത്തിറങ്ങിയിട്ടാണ്. അത് നമ്മളവിടെ എങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ജനഹൃദയങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ എന്തായാലും രണ്ടാളും കൂടി ഒരുമിച്ചുള്ള ഇനോഗ്രേഷൻ കാണാൻ, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ഫംഗ്ഷൻ കാണാനൊക്കെ ഒരുപാട് പ്രേക്ഷകർ നമ്മൾ കാത്തിരുന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എന്തായാലും ഇനി അടുത്ത സീസണൊക്കെ ഉടനെ ഇനിയുള്ള സീസണുകൾ, ഇനിയുള്ള ഒരുപാട് ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലേറ്റിയ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിനോടുള്ള സ്നേഹം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത സീസണെ വരവേറ്റാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഉള്ള ഒരു ലൊക്കേഷനിലല്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം തോന്നി, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും